Hello, welcome to market discussion of the day. Today, August 14, 2025, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഇന്നത്തെ ഫണ്ടമെൻ്റൽസിലോട്ട് വരുമ്പോൾ ഫണ്ടമെൻ്റൽ സൈഡിൽ നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഫോർകാസ്റ്റിനെക്കാട്ടിലും പ്രീവിയസിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ന്യൂസാണ് ഇന്നലെ വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ നേരത്ത് ഇന്ന് നമുക്ക് PPIയുടെ ന്യൂസ് ഉണ്ട്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിംഗ് 1:30 മണിക്ക് PPIയുടെ ന്യൂസ് ഉണ്ട്. സോ അതേപോലെ 1:30 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും ഉണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും മാർക്കറ്റിൽ ചെറിയൊരു എന്താ പറയുക, ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ പ്രൈസിൽ. ഓക്കെ, നാളെ നമുക്ക് ഇന്ന് രാത്രിയിൽ UK ടൈമിംഗ് രാത്രി 12:50 ഇന്ത്യൻ ടൈമിംഗ് വെളുപ്പിനെ ആയിരിക്കും. ഓക്കെ, GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതിൻ്റെ കൂടെ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസും നാളെ വരുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് നാളത്തെ ഗോൾഡ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ നാളത്തെ ഡെയിലി ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ ഈ ആഴ്ചത്തെ എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ടായിരുന്നു. എന്താണ് നാളത്തെ ദിവസത്തെ പ്രത്യേകത? നാളെ നമുക്ക് റഷ്യ US പ്രസിഡന്റ് തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് അല്ലേ. അത് ബേസിക്കലി റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും അതിനകത്ത് പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിലെന്താണ് പറഞ്ഞു പോകുന്നതെന്ന് മാത്രം നമുക്കറിയില്ല. സോ നാളെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് പോകണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ക്രാഷ് കോഴ്സ് അടുത്ത ആഴ്ച നമ്മളുടെ ഒരു ക്രാഷ് കോഴ്സ് അല്ലാത്ത ഒരു 2 വീക്കിലത്തെ ഒരു പ്രോഗ്രാം നടക്കും എന്നുള്ളതാണ് എനിക്കിപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ. സോ അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സ്, ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ഏത് ബ്രോക്കറാണ് നല്ലത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കർ നോക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പല ബ്രോക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ റെഗുലേഷൻസും ഉള്ള, പ്രത്യേകിച്ച് UK റെഗുലേഷൻസ്, അതേപോലെ UAE റെഗുലേഷൻസും ASIC സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള റെഗുലേഷൻസും ഒക്കെ ഉള്ള നമ്മുടെ $100,000 വരെ ലോയിഡ്സ് ബാങ്കിൽ ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണിത്. ടൈറ്റ് സ്പ്രെഡും ഈവൻ സ്വാപ്പ് ഫ്രീ അക്കൗണ്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ബോണസ് പ്രോഗ്രാമാണ്. ഓക്കെ, സോ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ $500 50%, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20%, സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്താലും ആ 20% ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ $1000 തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു $1400 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഇത് കിട്ടുകയും ചെയ്യും. 20% ബോണസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിഡ്രോവൽസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന, ഇന്ത്യയിൽ പ്രശ്നം ഫേസ് ചെയ്യുന്നത് വിഡ്രോവൽസിലാണ് അല്ലേ. സോ വിഡ്രോവൽസൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോപ്പറായിട്ട് അന്നത്തെ ദിവസം തന്നെ വിഡ്രോവൽസ് കിട്ടുന്നുമുണ്ട്. സോ ബ്രോക്കർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സും, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാറിൽ ഡയറക്റ്റായിട്ട് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, അതും ഒരു മലയാളിയായിട്ടുള്ളൊരു മാനേജറിനെയും എനിക്ക് തരാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 146.57 എന്ന് പറയുന്ന റേഞ്ചിലാണ്. 148 അവിടെ നിന്ന് ഇന്നലെയും ഞാൻ സെല്ലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ 148 അവിടെ നിന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാരെടുത്ത് 148.760 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറഞ്ഞു. സോ അങ്ങനെ സെല്ലെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വൻ പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് മോർ ദാൻ 200, ഓൾമോസ്റ്റ് ഒരു 180 പിപ്സിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. സോ JPY ഒക്കെ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.
ഓക്കെ. സോ അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ എന്താ പറയുക, ഇന്നും നമുക്ക് 146 വരെ കിട്ടിയിട്ടില്ല. 146 വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 146.10, 146.20 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ. സോ 146.6.20 അവിടെ എക്സാക്ട്ലി വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2.0 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. JPY 145.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, 146.40 എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഒരു 80 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ. സോ 80 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു 120 പിപ്പിൻ്റെ എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 1:1.5 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോകണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ലോങ്ങർ ടേമിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. സോ ഇന്ന് 146 ഇവിടെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളുടെ UK ടൈമിംഗ്, യൂറോപ്പ് ഓപ്പണിംഗ് ടൈമിംഗ്, ഇതാണ് യൂറോപ്പ് ഓപ്പണിംഗ് ടൈമിങ്ങിനും 146 മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് കുറച്ച് മുകളിലായിപ്പോയി, 146.463. ഇത് ബേസിക്കലി ഇത് റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ റേഞ്ച് ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ. റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്, നമ്മൾ പെർഫെക്റ്റ്ലി റേഞ്ചിനകത്ത് മാത്രമാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ളൊരു കൺസിഡറേഷനാണിത്. സോ അപ്പോൾ 146 to 148, 148 to 146 ഈ റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങളാണ് അടുത്ത ഡിസംബർ 15 വരെ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോ ഇന്നലെ മുകളിലോട്ട് പോയി 1.17245 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടുന്ന് താഴോട്ട് 146.89 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. എങ്ങോട്ടാണെന്നുള്ളൊരു കാര്യം എനിക്ക് കൃത്യമായിട്ടൊരു പിടിയില്ല. നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ, 1.1800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ സെല്ല്. ഓക്കെ. ഈ 2 ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് യൂറോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള 2 ഓപ്പർച്യൂണിറ്റീസ്. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാനായിട്ടില്ല. എന്താ പറയുക, യൂറോയിൽ എനിക്ക് പ്രത്യേകിച്ച് വേറെ കമൻസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 140 ഈ ഒരു കാര്യമാണ്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, നാളത്തെ റഷ്യൻ പ്രസിഡൻറ്റും US പ്രസിഡൻറ്റും തമ്മിലുള്ള ഒരു മീറ്റിംഗ്, അതിലെന്തായി വരും, അത് ഉറപ്പായിട്ടും എന്ത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലും അത് യൂറോനെ അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് യൂറോ ഞാൻ ഇന്നത്തെ ദിവസം റെക്കമെൻഡ് ചെയ്യുന്നതും ഇല്ല. കാരണം ഓപ്പൺ പൊസിഷൻസിൽ പോകാതിരിക്കുക. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ന്യൂസ് ഡേയ്സിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. സോ 1.1800 അവിടെ കിട്ടി സെല്ലെടുക്കുന്ന ആൾക്കാർ 1.1840 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. 1.1500 മുകളിലായിട്ട് പ്രോഫിറ്റ് ട്രേഡ് എടുക്കുന്ന ആൾക്കാർ 1.1440 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നിങ്ങൾ ടേക്ക് പ്രോഫിറ്റും വെച്ച് പോകണം കേട്ടോ. അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോയിലെങ്കിലും നിങ്ങൾ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യണം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. വേറെ ഒരു പരിപാടിയില്ല ഇതിനകത്ത്. വലിയ ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ബേസിക് മാത്തമാറ്റിക്സ് ആണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറ്റ്ലീസ്റ്റ് 1.5 റേഷ്യോയിൽ നിങ്ങൾ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും വെക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ നേരെ നമ്മൾ GBP വരുമ്പം GBP ഒക്കെ പറന്ന് മുകളിലെത്തി. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ്ങർ ടേമിലോട്ട് 2 ആഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് 1.3200 മാർക്കറ്റ് നിന്ന സമയത്ത്, അതായത് ഓഗസ്റ്റ് 1, അതായത് ഇന്ന് ഓഗസ്റ്റ് എത്രയാണ്, ഓഗസ്റ്റ് 1 നിന്നത് എവിടെയാണ്, 1.3140 അവിടെ വെച്ച് ബൈ ചെയ്ത് ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്യണം. അല്ലെങ്കിൽ നോൺ ഫാം പേറോൾ വന്നതിന് ശേഷം 1.2400 1.3200 അവിടുന്ന് ബൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും അത് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഇപ്പം തന്നെ 400 പിപ്പിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓക്കെ 380 പിപ്പ് വലിയ പ്രോഫിറ്റാണ്. അതായത് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് $3800 2 ആഴ്ച കൊണ്ടുള്ള പ്രോഫിറ്റ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ട്.
ഓക്കെ, യൂറോയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.14 എത്തിയപ്പോൾ അവിടുന്ന് ബൈ ചെയ്യണമെന്ന്. അപ്പോൾ അവർക്കും ഓൾമോസ്റ്റ് ഒരു $3000 പ്രോഫിറ്റ് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഇതാണ് നമ്മൾ യൂറോയും GBPയും ഒരു ലോങ്ങർ ടേമിലോട്ട് ഇടുക എന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും എടുത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ എനിക്കറിയില്ല, ഇനി 1.3500 കിട്ടിയാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഭയങ്കരമായ ചാഞ്ചാട്ടം. ഇന്നലെ നമ്മൾ 3360 അവിടെ നിന്ന് സെല്ലെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3372 അവിടെ 70 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഹിറ്റായിട്ടുണ്ട്. പല ആൾക്കാരും 3350 റേഞ്ചിലോട്ട് ഇന്നലെ വന്നപ്പോൾ തന്നെ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഗോൾഡിൽ കളിക്കുമ്പോൾ ഒരു മിനിമം ഒരു $20 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, മിനിമം. ഓക്കെ, ഒരു $25 to $30 ടേക്ക് പ്രോഫിറ്റും വെച്ച് പോകണം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതൊരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. വളരെ സ്ലോ മൂവ്മെൻ്റ് ആയിരുന്നു ഈ ആഴ്ച മൊത്തം. ഒരു $20 മൂവ്മെൻറ്റ് മാത്രമേ മാർക്കറ്റ് നമുക്ക് തന്നിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടേക്ക് പ്രോഫിറ്റ് നമ്മൾ അതിനനുസരിച്ച് മാറ്റുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് പറയാനായിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, നാളെ ഈ പറയുന്ന ഒരു ന്യൂസ് ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ റഷ്യൻ പ്രസിഡൻറ്റും US പ്രസിഡൻറ്റും തമ്മിലുള്ളൊരു മീറ്റിംഗ് ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ എനിക്കറിയില്ല ആക്ച്വലി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, 3360 ഓക്കെ, 3360 എന്ന് പറയുന്ന റേഞ്ചിൽ താഴെ നിൽക്കുന്നിടത്തോളം മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ ഇന്ന് രാവിലെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. പല ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഗോൾഡിൽ ട്രേഡ് എടുക്കുമ്പം എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, ഇപ്പം ഞാനൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പം 3360 എന്ന് പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. നിങ്ങൾ നോർമലി ഒരു 0.1 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ് എങ്കിൽ, ഓക്കെ, നിങ്ങളൊരു $10 സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളൊരു $20 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കുക, പകുതി ലോട്ട് എടുക്കുക. ഓക്കെ, പകുതി ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.05 ലോട്ട് എടുക്കുക. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസിനെക്കാട്ടിലും കൂടുതൽ വെക്കുക. പക്ഷേ ടേക്ക് പ്രോഫിറ്റ് വെക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3000 റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ടിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ 3360 അവിടുന്ന് സെല്ലെടുത്തു. 3345 അല്ലെങ്കിൽ 3340 താഴെയായിട്ട് മാർക്കറ്റ് കടന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ടേക്ക് പ്രോഫിറ്റ് വന്നിട്ട് 3330 3360 അവിടുന്ന് സെല്ലെടുത്തു. 3380 സ്റ്റോപ്പ് ലോസ് വെച്ചു. 3330 ടേക്ക് പ്രോഫിറ്റും വെച്ചു. അതായത് $20 സ്റ്റോപ്പ് ലോസും $30 ടേക്ക് പ്രോഫിറ്റും വെച്ചു എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ ഒരു കേസിൽ ഇപ്പം 3340 താഴെയായിട്ട് മാർക്കറ്റ് കടന്നു എന്നും വിചാരിച്ചോ. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് മാറ്റി 3380 അവിടുന്ന് മാറ്റി 3345 കൊണ്ടുവെക്കാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആ $15 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു ലോസിൽ അവസാനിപ്പിക്കേണ്ടി വരത്തില്ല. ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറി പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ അങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാറ്റാനും, കുറച്ച് സിമ്പിൾ കാര്യങ്ങളാണ് കേട്ടോ. ഈ സിമ്പിൾ കാര്യങ്ങളും കൂടെ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലോങ്ങർ ടേമിൽ പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ പറ്റും. ഇപ്പം ഇന്നലെയും എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു, 3372 സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, പക്ഷേ നമ്മൾ അത്രയും ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടത് കൊണ്ടിട്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ ഇന്ന് രാവിലെയാണ് കേട്ടോ ആ സ്റ്റോപ്പ് ലോസ് അടിച്ചത്. കണ്ടോ, ഓഗസ്റ്റ് 14 ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചത്. ഓഗസ്റ്റ് 14 ഇന്നാണ് ആ സ്റ്റോപ്പ് ലോസ് അടിച്ചത്. നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് വെച്ചിരുന്ന ആ സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ നമുക്ക് അതിൻ്റെ ടേക്ക് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് നാളെ മുതൽ കുറച്ചുകൂടെ വൈഡായിട്ട് ഗോൾഡിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നുള്ളതാണ് അടുത്തൊരു നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം. സോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.